ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ് കേരള. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയ ഒരു ചിക്കൻ കറിയാണ്. ഹര ചിക്കൻ കറി. ഇതൊരു ഹൈദരാബാദി ഡിഷാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഈ ചിക്കൻ കറിക്ക് വേണ്ട ചേരുവകൾ: 3/4 കിലോ ചിക്കൻ, 2 വലിയ സവാള, ഒരു വലിയ തക്കാളി, കുറച്ചേറെ മല്ലിയിലയും പുതിനയിലയും, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തൈര്, സ്പൈസസ് ആയിട്ട് പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ്, ഒരു 6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് കശുവണ്ടി അല്ലെങ്കിൽ ബദാം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചത്. ആദ്യം നമുക്ക് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനായി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള, തക്കാളി, കശുവണ്ടി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഇളക്കി നമുക്കിതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവാനായിട്ട് വെക്കാം. ഇതൊന്ന് ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ കറിക്ക് നല്ലതുപോലെ പുതിനയിലയും മല്ലിയിലയും വേണം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഇലയെല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം. തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായി അല്പം എണ്ണ ഒഴിച്ച് സ്പൈസസും കറിവേപ്പിലയും അതിൻ്റെ കൂടെ ചിക്കനും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. തണുക്കാൻ വെച്ചിരുന്ന സവാളയൊക്കെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഗ്രേവി ആക്കണം. ഇനി നമുക്ക് ഈ ഗ്രേവി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തൈരും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഇളക്കി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ ഒന്ന് ചെറുതായി ഫ്രൈ ആയതുകൊണ്ട് ഒരു 20-25 മിനിറ്റ് എല്ലാം കൂടെ വേവിച്ചാൽ മതിയാകും. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ബാക്കിയിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായി ഇളക്കി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ചിക്കൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റിയാണ്.
ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിൻ്റെ കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. താങ്ക്